അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഊഷ്മള സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഖുർആൻ സദ്വചനത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സൂറ ബഖറയിലെ 177-ാമത്തെ വചനമായിരുന്നു. യഥാർത്ഥത്തിലുള്ള നന്മ എന്താണെന്നും വളരെ വിശദമായി ചർച്ച ചെയ്ത ആ എപ്പിസോഡിന് ശേഷം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സൂറത്തു ഹജ്ജിലെ 40-ാമത്തെ വചനമാണ്. ഈ വചനം യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുള്ള ആയത്താണ്. ജിഹാദ്, ഇസ്ലാമിലെ ജിഹാദ് വലിയ തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ലവ് ജിഹാദ് അടക്കം ഇപ്പോൾ വളരെ ജനകീയമായ പ്രയോഗങ്ങളൊക്കെ, നറേറ്റീവുകളൊക്കെ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ്, ജിഹാദിൻ്റെ ആത്മാവ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു വചനം കൂടിയാണിത്. കാരണം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമായിട്ടുള്ള സംഗതിയാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത്. അത് അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ പോലും കൃത്യമായി ജിഹാദിൻ്റെ നിർവചനം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ധർമ്മസങ്കടങ്ങളും നിസ്സഹായാവസ്ഥകളുമുണ്ട്. അപ്പോൾ ഈ സായുധ സമരത്തിലേക്ക് നയിക്കുന്ന ജിഹാദ് അതെപ്പോഴാണ് അനുവദനീയമാകുന്നത് അല്ലെങ്കിൽ അനിവാര്യമാകുന്നത് എന്ന് ഈ വചനത്തിലൂടെ പറഞ്ഞു തരുന്നു. ജിഹാദിന് പല മുഖങ്ങളുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ സമരം എന്നേ അർത്ഥമുള്ളൂ. സമരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പോരാട്ടം, ചെറുത്തുനിൽപ്പ്, സ്വന്തത്തോട് തന്നെയുള്ള സമരങ്ങൾ ഒക്കെ ജിഹാദിൻ്റെ ഭാഗത്തിൽപ്പെടും. അതിൽ ഒരു ഭാഗം മാത്രമാണ് സായുധ ജിഹാദ്. അതെപ്പോഴാണ്? അത് മറ്റ് ജനങ്ങളെ മതം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണോ, വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മതത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ജിഹാദ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് 40-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ നാടിൽ നിന്ന്, വീട്ടിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു. ഇല്ല അൻ യഖൂലു റബ്ബുനല്ലാഹ്, അവർ വിശ്വസിച്ചതിൻ്റെ പേരിൽ, വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ, ദൈവത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് അവർ ഈ പീഡനം സഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നാടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും തുരത്തി ഓടിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ പടച്ചവൻ പറയുന്നു, വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅളഹും ബിബഅൾ, ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ ലോകത്ത് സർവനാശമുണ്ടാകുമായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസ്ജിദുൻ യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ.
അങ്ങനെ പ്രതിരോധമുണ്ടായില്ലെങ്കിൽ നാടിലെ ധാരാളം പ്രാർത്ഥിക്കപ്പെടുന്ന സന്യാസി മഠങ്ങൾ, സെനഗോഗുകൾ, ദേവാലയങ്ങൾ, പള്ളികൾ എല്ലാം തകർക്കപ്പെടുമായിരുന്നു. ഇത് പള്ളി എന്ന് മാത്രമല്ല പരാമർശിക്കുന്നത് കേട്ടോ. ലോകത്ത് യുദ്ധം നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമകാരികൾ, സ്വേച്ഛാധിപതികൾ സാധാരണക്കാരെ, നിരപരാധികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിരോധം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് എല്ലാ മതവിഭാഗത്തിൻ്റെയാണ് ഇവിടെ പറയുന്നത്. ജൂതന്മാരുടെ, ബഹുദൈവ വിശ്വാസികളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ പള്ളി ഒക്കെ തകർക്കപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. വലയൻസുറന്നല്ലാഹു മൻ യൻസുറ, അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ലെങ്കിൽ ദൈവമാർഗത്തിൽ നിങ്ങൾ സഹായിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു പ്രതാപിയും ശക്തനുമാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം, ഇന്ന് നമുക്ക് യുദ്ധത്തിൻ്റെ, നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പഠിച്ച യുദ്ധങ്ങളുടെ കഥകൾ മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, അതിൻ്റെ ചരിത്ര വായന മാത്രമാണ് നമ്മൾ അനുഭവിച്ചത്. എന്നാൽ വർത്തമാനകാലത്ത് നമ്മളിപ്പോൾ യുദ്ധങ്ങൾ പല ഭാഗത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവുമില്ലാതെ തങ്ങൾക്ക് അധികാരം നിലനിർത്തണം, തങ്ങളുടെ ആയുധങ്ങൾ വ്യാപകമായി വിറ്റഴിക്കപ്പെടണം, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മറ്റുള്ളവരുടെ പെരടിയിൽ കയറുകയും ദുർബലരായ രാജ്യങ്ങളെ, ദുർബലരായ ജനങ്ങളെ കൊന്നൊടുക്കണം, അതും കുട്ടികളെയും സ്ത്രീകളെയും അടക്കം. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യുദ്ധനയം എന്ന് പറയുന്നത് ആത്മരക്ഷാർത്ഥവും പ്രതിരോധത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആയുധമെടുക്കാം. നിങ്ങളൊരു പേപ്പട്ടി ഇങ്ങനെ കടിക്കാൻ വരുമ്പോൾ അവിടെ പട്ടിയെ കൊല്ലാൻ പാടില്ല, മിണ്ടാപ്രാണികളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുത്താൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. കടിച്ചു കീറാൻ വരുന്ന ഒരു സിംഹത്തെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുകയും ഒരു രക്ഷയില്ലെങ്കിൽ നമുക്കതിനെ കൊല്ലേണ്ടി വരും. ഈ ഒരു നിലയിലാണ് ഇസ്ലാം യുദ്ധത്തെ കാണുന്നത്. അങ്ങനെ അനുവദിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അതിനും കൃത്യമായ മര്യാദകൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ, ധാർമ്മികമായ മര്യാദകൾ കൃത്യമായി എഴുതി വച്ചിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുട്ടികളെയും സ്ത്രീകളെയും തൊടാൻ പാടില്ല. സാധാരണ സിവിലിയൻസിനെ, സാധാരണ ജനങ്ങളിലേക്ക് ആയുധത്തിൻ്റെ, അക്രമത്തിൻ്റെ ഒരു കണിക പോലും ചെയ്യാൻ പാടില്ല. യുദ്ധത്തിനായി ഇറങ്ങുന്ന സൈന്യങ്ങൾ, പടയാളികൾ, അവർ നേരിട്ട് ഏറ്റുമുട്ടി മരിക്കുന്നു എന്നല്ലാതെ എന്തിനധികം പ്രകൃതിയിലെ മരങ്ങൾ, കൃഷികൾ ഒന്നും നശിപ്പിക്കാനും പാടില്ല. ഇന്നത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഒരു സ്ഥലത്ത് യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നിരപരാധികളാണ്, പ്രത്യേകിച്ച് കുട്ടികളാണ് കൊല ചെയ്യപ്പെടുന്നത്. അവർക്ക് ഈ ഒരു നയങ്ങളോ നിലപാടുകളോ രാഷ്ട്രീയമോ ഒന്നും അവർക്ക് അറിയുക പോലുമില്ല. പിന്നെ സ്ത്രീകളാണ്. മറ്റൊന്ന് ആ ഒരു ജൈവ വ്യവസ്ഥയാണ്. പൂർണ്ണമായിട്ട് അണുബോംബിൽ തകരുമ്പോൾ അല്ലെങ്കിൽ സാധാരണയുള്ള യുദ്ധങ്ങളിലുള്ള മിസൈലുകളിൽ, തോക്കുകളിൽ ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ആ പ്രദേശം മുഴുവൻ നശിക്കും. അങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായ യുദ്ധങ്ങളാണ് സമകാലിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്രയോ പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ഒരു കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഈ യുദ്ധം നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കോടിക്കണക്കിന് ആയുധങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെടണം. ഒരുപാട് മനുഷ്യരെ ചോര ചീന്തിയാൽ മാത്രമേ നമുക്ക് ഈ അധികാരങ്ങളും സിംഹാസനങ്ങളും ഒക്കെ നിലനിർത്താൻ പറ്റൂ എന്ന ഒരു നയമാണ്, നിലപാടാണ് വെച്ച് പുലർത്തുന്നത്. ഇവിടെ ഇസ്ലാം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ചില പരാമർശങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. ഉഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്നൊരു പരാമർശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ നിങ്ങൾ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന്. അത് ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ടൊരു ആയത്താണ്. അതായത് ഷൂട്ട് അറ്റ് സൈറ്റ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു യുദ്ധമുഖത്ത് ശത്രു രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ പടയാളികൾ വരുമ്പോൾ അവിടെ മനുഷ്യത്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ കൃത്യമായ യുദ്ധത്തിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ്, അത് മുന്നിലെത്തിയാൽ നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ സുരക്ഷയ്ക്ക്
അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സുരക്ഷയ്ക്ക് നമുക്ക് തോക്ക് ഉപയോഗിക്കേണ്ടി വരും, ആളെ കൊല്ലേണ്ടി വരും. ഇത്തരം സന്ദർഭത്തിലാണ് നിങ്ങൾ ഒരാളെ കൊല്ലേണ്ടത് എന്ന രീതിയിലാണ് ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ മർമ്മം ഈ ഹജ്ജ് സൂറത്തുൽ ഹജ്ജിൻ്റെ 40-ാമത്തെ വചനത്തിൽ കൃത്യമായി ഉണ്ട്. ആയുധമെടുക്കുന്നത് ഒരു മതത്തിൻ്റെ പ്രചരണത്തിനല്ല, ആധിപത്യം നേടാനല്ല, ആ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ജൂതന്മാർ, ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന വേർതിരിവൊന്നുമില്ല, ദൈവത്തിൽ വിശ്വസിക്കാത്തവർ എന്നൊന്നുമില്ല. അവിടെ ജനങ്ങൾക്ക് സമാധാനത്തോടെയും ശാന്തിയോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇതാണ് ഇസ്ലാമിലെ യുദ്ധത്തിൻ്റെ സങ്കല്പം. അത് തീർച്ചയായിട്ടും വളച്ചൊടിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കപ്പെടാതെ പോവുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം ആയത്തുകളെ വിശ്വാസികൾ തന്നെ സങ്കുചിതമായി പിന്തുടരുന്നവരുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനൊക്കെ അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അവർ ഖുർആനെ കൃത്യമായി വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നേര്. ഇത്തരം ദുർബലരായ അന്ധവിശ്വാസികളെ, സങ്കുചിതവാദികളെ വിലക്കെടുക്കുന്ന സാമ്രാജ്യ ശക്തികൾ മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന്, സമുദായത്തിന്, നാടിന് വലിയ അപകടമാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായും യുദ്ധത്തിൻ്റെ ഇസ്ലാമിക സങ്കല്പം, യുദ്ധവും സമാധാനവും എന്ന് വരുമ്പോൾ തീർച്ചയായും പ്രവാചകൻ സമാധാനത്തിൻ്റെ തന്നെ വക്താവായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ ശല്യം സഹിക്കാനാവാതെ പ്രവാചകൻ പോരാട്ടത്തിന് നിൽക്കാതെ പലായനം ചെയ്യുകയായിരുന്നു ചെയ്തത്. അവിടെയും ശത്രുക്കൾ വിടാതെ പിന്തുടർന്നപ്പോൾ സന്ധിക്ക് ഒരുപാട് ശ്രമിച്ചു. സന്ധി ലംഘിച്ചുകൊണ്ട് ശത്രുക്കൾ വന്നപ്പോഴും മാത്രമാണ്, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോഴും മാത്രമാണ് നിലനിൽപ്പിനും പ്രതിരോധത്തിനും വേണ്ടിയിട്ട് പ്രവാചകൻ വാളെടുത്തത്, അനുയായികളെ അതിന് പ്രേരിപ്പിച്ചത്. ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു, ആത്മരക്ഷാർത്ഥമുള്ള പ്രതിരോധം മാത്രമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ വിശ്വാസികൾ ചിലർ മതത്തിൻ്റെ വായനകളെ അക്ഷരാർത്ഥത്തിൽ മാത്രം കാണുകയും അതിൻ്റെ ആത്മാവിനെ നിരാകരിക്കുകയും ചെയ്തപ്പോൾ ലോകത്തിൽ, സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണ പടർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷേ സമാധാനത്തിൻ്റെ വക്താക്കളായ ഇസ്ലാം സമൂഹമായിരുന്നു ഏറ്റവും യുദ്ധത്തിനെതിരെയുള്ള മുന്നേറ്റങ്ങളിൽ മുന്നണി പോരാളികളാവേണ്ടിയിരുന്നത്. അതിനേറ്റവും പ്രചോദനം പകരുന്ന വചനമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. പടച്ചതമ്പുരാൻ സത്യം മനസ്സിലാക്കാനും അത് പിന്തുടരാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.